സിറാജ് ഉസ്താദ്, നിങ്ങളുടെ വഅദ് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പറയും, ഉസ്താദേ നിങ്ങൾ ദിക്ർ പറയുമ്പോ, നിങ്ങളുടെ സൂറത്തുകൾ പറഞ്ഞു തരുമ്പോ, പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയുന്ന പെങ്ങള്, ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന, ഈ പാവപ്പെട്ടവരെ സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര്, എന്റെ ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവൻ പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനില് ഈ ഒരൊറ്റ ആയത്ത് നിനക്ക് ഓതാൻ പറ്റുമോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയാ, പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. പഠിച്ചവര്, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാനുള്ള വഴിയാ. ഒരു വർഷക്കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്ന ഒരായത്താ. നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ, നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ. ഒരേ ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. അതിലൂടെ പോകണോ, അതിലൂടെ പോകണോ? ഈ ആയത്ത് നിത്യമാക്കിയാൽ, ഈ ഖുർആനിലെ ഈ ആയത്താര് നിത്യമാക്കുന്നുണ്ടോ, അവന് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താ, അവന് സിറാത്ത് കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഇത്രയും നേരം ക്ഷമയോടുകൂടി എല്ലാവരും കാത്തിരുന്നത് ഖുർആനിൽ ഉസ്താദ് പറയുന്ന ആയത്ത് കേൾക്കാൻ വേണ്ടിയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ഏതായത്താ? ഏതായത്താ? ഇൻഷാ അല്ലാഹ് സൂറത്തു ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്താണ് സൂറത്തു ഇബ്രാഹിം. ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യം ഓതിയ ആയത്ത്, പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട്, മയ്യത്ത് കബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖുർആൻ സൂറത്തു ഇബ്രാഹിം എൻ്റെ 26-ാമത്തെയോ 27-ാമത്തെയോ ആയത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹുൽ ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. ഈ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത. അത് പരിപൂർണമായി ഓതണമെന്നല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ഖബറിലൊക്കെ പോയി നിൽക്കുമ്പോൾ കേൾക്കാം. പരിശുദ്ധമായ ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഇതാ അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. ദുനിയാവിലും ആഖിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും. അതാ പറഞ്ഞതിനർത്ഥം. അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. വാക്കി കൂടെ ഓതുമ്പോൾ ആയത്ത് പൂർത്തിയാകും. അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര. ഈ ആയത്ത് ആരാണോ ജീവിതത്തിൽ നിത്യമാക്കുന്നത്, അവന് മരിക്കുന്നതിന് മുമ്പ് 3 പ്രതിഫലം, മരിച്ചതിന് ശേഷം 5 പ്രതിഫലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.